ഇത് നല്ല കാറ്റല്ലേ? കാറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തിനാ വിളിച്ചതെന്ന് പറയാം. കുറെ നേരമായാലും കൊണ്ടു നിർത്തിയിട്ട്. ഈ ഷബ്സീനില്ലേ, ഈ ജോലി ഉള്ളപ്പോൾ മാത്രം വിളിച്ചാലേ വരുള്ളൂ. വെറുതെ വിളിച്ചാൽ വരില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട്, വേഗം വന്ന് സർപ്രൈസ് ഒന്നും പൂർത്തീകരിക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്ക് ഇല്ലാത്ത ഊബറും വിളിച്ചുകൊണ്ട് വന്നു. സർപ്രൈസ് ഉണ്ട്, കറക്റ്റാ ഞാൻ പറഞ്ഞ കറക്റ്റാ. അനക്കല്ലെന്ന് മനസ്സിലായില്ല. ഞാൻ സർപ്രൈസേ പറഞ്ഞുള്ളൂ, അത് ആർക്കല്ലെന്ന് മനസ്സിലായില്ല. എന്താ ശബ്ദി പല ലിപ്സ്റ്റിക് ഉണ്ടോ? അതിന്റെ ചെവിയിൽ പറയാം. ഇതൊന്നും ചെവിയിൽ പറയാൻ പാടില്ല, നമ്മളപ്പോൾ സോൾവ് ചെയ്തു. ഹായ്, അവരൊന്നും കൂടെ ഒന്ന് കാണിച്ചു. എൻ്റെ വ്ളോഗിൽ വരട്ടെ, 2 പിള്ളേർ സ്കൂളും കഴിഞ്ഞ് വരിക. അപ്പോൾ അവർ ചായ കുടിക്കാൻ പോയി. പക്ഷെ നമ്മൾ ഇന്ന് ചായ കുടിക്കാൻ പോകുന്നത് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും. തീർച്ചയായും. അപ്പൊ ചായ വേണോ? ഷബ്സീനെ വലിക്കണമെങ്കിലേ ഷബ്സി വാ, ഫ്രഞ്ച് ടോസ്റ്റ്, ചായ, കാപ്പി, ബിരിയാണി. അപ്പൊ അതിന് മുമ്പ് ഇതിലേക്കൂടെ ഒന്ന് പോയിട്ട് വരാം, വിളിക്കുന്ന പോലെ. ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഷോപ്പിംഗ് വ്ളോഗാണ്. ഷബ്സിന്റെ കൂടെ ഞാൻ കുറെ ഷോപ്പ് ചെയ്യുന്ന വ്ളോഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തുണി ഷോപ്പിംഗ് ആണ്. ആങ്കറും കൂടി ഫർണിച്ചർ ഷോപ്പിൽ എന്താണ് അതെ, എന്താണ് ഈ വീട്ടിൽ കാര്യം? അതല്ല നിങ്ങളുടെ ചോദ്യം. ടൈറ്റിൽ ഉള്ള പോലെ തന്നെ ഞാൻ വിചാരിച്ചേ, നമ്മൾ പെൺമക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ? നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ അതൊന്നും അച്ഛന് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും അച്ഛനമ്മക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പറയും, നിനക്കൊന്നും വേറെ പണിയില്ല എന്നാണ് റിയാക്ഷൻ. അതുകൊണ്ട് ഞാൻ അതൊക്കെ പണ്ടേ നിർത്തി. ഞാൻ വലിയ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക, അപ്പോൾ ഉടനെ വഴക്ക, ഇത്രയും വലിയുള്ള സാധനങ്ങൾ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ വാങ്ങിച്ച കംപ്ലീറ്റ് ത്രില്ല് പോയി ഷബ്സി. പക്ഷെ ഇപ്പം അങ്ങനെ ചോദിക്കാറില്ല, വാങ്ങിച്ചു കൊടുക്കാറില്ല. അല്ല, അതുകൊണ്ടല്ല. ഇപ്പില്ലേ, നമ്മൾ ദൈവം സഹായിച്ച് കുറച്ചൊക്കെ സമ്പാദിക്കുന്നുണ്ടല്ലോ, അപ്പൊ കുറച്ച് ബോധമൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ 2 വർഷം മുന്നേ, ഇപ്പൊ 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെ ചിലപ്പോൾ കാണുമ്പോൾ വിഷമാവും. അങ്ങനെയല്ല അച്ഛാ, ഞാൻ സത്യമായി തന്നെ വിളിച്ച് പറയണല്ലോ, അച്ഛൻ റിട്ടയർ ആയിട്ടോ. അപ്പൊ റിട്ടയർമെന്റ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെ എവിടെയെന്നറിയോ? അങ്ങനല്ല, അതിപ്പോ നമ്മളെ വീടാണല്ലോ ദുബായില്. നിങ്ങൾ ആലോചിക്കണ്ടാവും റിട്ടയർ ചെയ്തിട്ട് എന്താണ് ഇവിടെ വരാത്തത്. അങ്ങനെയല്ല, ഊഷ്മളതയും പച്ചപ്പൊക്കെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട്. എല്ലാ 3 മാസം കൂടുമ്പോൾ അച്ഛനമ്മ വരും. ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചങ്ങോട്ട് പോകും. കാരണം എന്താ പറയാ, മരുഭൂമിയാണ് അവരുടെ. കാരണം എൻ്റെ അങ്കിളിന് റിട്ടയർമെന്റ് ലൈഫായി എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചാക്കരുത്. കാരണം ഇപ്പോഴും ചെറുപ്പമാണ്. ചേട്ടനെ കണ്ടാ പറയൂ. അത് ശരിയാട്ടോ. അമ്മയെ കണ്ട ചേച്ചി അല്ല, ചിലവർ അനിയത്തിന്നും പറയും. പക്ഷെ ഇപ്പം എനിക്ക് അതൊരു പ്രശ്നമല്ല. കാരണം ആ പ്രായം കൂടുന്നവർ നമുക്ക് അങ്ങനത്തെ കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ പോകാം. സംഭവം വേറെ ഒന്നല്ല, അച്ഛനോട് നല്ല റിട്ടയർമെന്റ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫർണിച്ചർ ഷോപ്പിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുക? ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊന്ന് ഇരിക്കുക, പുറത്തുള്ള കാറ്റ്, കുട്ടികൾ കളിക്കുന്നത് അവിടെ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ നോക്കി ചുമ്മാ റിലാക്സ് ചെയ്ത് ചായയും കുടിച്ച് മിക്സറൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ ഒരു റിക്ലൈനർ. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ, നല്ല ഐഡിയ അല്ല? സത്യം പറ, നമ്മൾ ഈ ചുമ്മാ ഈ വാച്ച്, അത് ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കണേക്കാട്ടും ഇതൊക്കെ ആകുമ്പോൾ ഇരിക്കാനൊരു സുഖം. കാഞ്ഞങ്ങാട് നമ്മുടെ വീടിന്റെ ഉമ്മർത്തിങ്ങനെ വെച്ച് അച്ഛമ്മയുടെ കൂടെ കുറച്ച് ചായയൊക്കെ കുടിച്ച്, അതെ, കുറച്ച് സൊറ പറഞ്ഞിരുന്ന് അല്ലേ? അപ്പൊ അതെ, അയ്യോ അത് ഞാൻ ഓർത്തില്ലട്ടാ, എനിക്ക് വേറെ പറയാം, അതൊന്ന് റിട്ടയർ ആവും. അപ്പൊ എന്തായാലും നല്ല നല്ല ബഡ്ജറ്റഡ് റിക്ലൈനേഴ്സ് ഉണ്ട് കേട്ടോ. ഹോം സോൾ ഫർണിച്ചറിലാണ് ഞാനുള്ളത്, കൊച്ചിയിലെ എടപ്പള്ളിയിലുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫർണിച്ചർ ഷോപ്സാണ് കേരളത്തിലെ. അപ്പം ഇവിടെ ഇഷ്ടംപോലെ റിക്ലൈനർ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സെറ്റായിട്ടും സിംഗിളായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പം എൻ്റെ ഒരു മനസ്സിലൊരു ചെറിയ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒതുങ്ങുന്ന നല്ല ക്യൂട്ടായിട്ട് നല്ല കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിക്ലൈനർ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അച്ഛന് സർപ്രൈസ് ആയിരിക്കും എന്തായാലും. നല്ല രസമുണ്ടാ? നല്ലൊരു എഫക്റ്റ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അച്ഛന് സർപ്രൈസ് ആയിരിക്കും. ഈ വീഡിയോ എന്തായാലും സാധനം അച്ഛൻ്റെ കയ്യിൽ എത്തിയിട്ടേ നമ്മൾ കാണിക്കുള്ളൂ. അപ്പോൾ വേഗം വൈദ്യുതിപ്പടിയും. ഹായ്, ഞാൻ റിക്ലൈനർ നോക്കാം കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര വലിയൊരു റിക്ലൈനർ സെറ്റൊന്നും വേണ്ട, അച്ഛന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി. നമുക്ക് സിംഗിളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? എനിക്ക് പിന്നെന്താ, നമുക്ക് കാണാമല്ലോ സിംഗിളായിട്ട്. പിന്നെന്താ,
സിംഗിൾ റിക്ലൈനേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഇതിൽ വരുന്നതെല്ലാം വരുന്നത്. ഓക്കെ. ഇതെല്ലാം സിംഗിൾ ആണ്, പക്ഷെ ഇതെല്ലാം നമുക്ക് മോട്ടറൈസ്ഡ് ആണ് വരുന്നത്. മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് ആണ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് കേബിൾ ആണ് നമുക്ക് എല്ലാം വരുന്നത്. ബാറ്ററി ചാർജബിൾ ആണ്. ചാർജ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ അഡാപ്റ്റർ ചാർജ് ചെയ്തിട്ട് വെക്കുന്നതാണ്. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും കൊണ്ടിടാൻ പറ്റും. എവിടെ കൊണ്ടിട്ടാലും നമുക്ക് ചാർജർ സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. മറ്റേ നമ്മൾ കേബിൾ എല്ലാം കൊടുക്കണം ഓരോ സൈഡിൽ നിന്ന്. അതിൻ്റെ ആവശ്യമില്ല. പുതിയ ടെക്നോളജിയാണ് എല്ലാം വരുന്നത്. ഓക്കെ. അപ്പോൾ എത്ര നേരം നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും? ഇത് ആക്ച്വലി നമുക്ക് വരുന്ന ഒരു 3 days 4 days വരെ നമുക്ക് ആ ചാർജറിൽ നമുക്ക് വർക്ക് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ചാർജ് എത്ര നേരം ചെയ്യണം നമ്മൾ? ചാർജ് ഒരു 1 hour 2 hour മാക്സിമം. ഫുൾ ആയിട്ട് ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ 2 hour. അല്ലാന്നുണ്ടെങ്കിൽ 1 hour ഒക്കെ മാക്സിമം ചെയ്താൽ. ഞാൻ ആക്ച്വലി റീചാർജബിൾ റിക്ലൈനേഴ്സ് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമിലാണ് നമുക്ക് വരുന്നത്. HTL എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ്ങിലാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ടൈമിലാണ് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ വരുന്നത് ഈ ഒരു സംഭവം വരുന്നത്. ഇതെല്ലാം നമ്മൾ കേബിൾ കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മാനുവൽ ആയിരിക്കും. ഇത് ആക്ച്വലി വരുന്ന എല്ലാം മോട്ടറൈസ്ഡ് ആണ്. നമുക്ക് എല്ലാം ഫ്രീ ഹാൻഡ് ആയിട്ട് വരുന്ന സാധനം. ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ എല്ലാ ഇതിലും വരുന്നത്. വിത്ത് റോക്കിംഗ് ആൻഡ് റിവോൾവിംഗ് ആണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. സിംഗിൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ അവന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഞാൻ പുറത്ത് ദുബായിലൊക്കെ നമ്മൾ വീട്ടിനകത്തുള്ള റിക്ലൈനേഴ്സ് ഒരുപാട് വർഷങ്ങൾ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിലേക്ക് ഞാൻ അതിൽ ഒരു ഫുൾ സെറ്റ് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ലെസ് ദെൻ 1 year തന്നെ അത് ചീത്തയായി. അതിനിപ്പം ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ഇഷ്യൂ ആണോ മെയിൻ്റെനൻസിന്റെ കാര്യമാണോ? മേ ബി അതുണ്ടാവും. ക്ലൈമറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും നമുക്ക് വരുന്നത്. കാരണം അവിടുത്തെ വരുന്നത് നമുക്ക് ഇവിടുത്തെ വരുമ്പോൾ നമ്മുടെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു പീൽ ഓഫ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പ്രത്യേകിച്ച് ലെതർ ഒക്കെ. അപ്പോൾ ഇതിലെങ്ങനെയാണ്? ഇത് നമ്മുടെ ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന്റെ കാര്യങ്ങളൊക്കെ അനുയോജ്യമായിട്ടുള്ള സാധനമാണ് ചെയ്തിട്ടുള്ളത്. ലെതർ അതായത് പീൽ ഓഫ് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വെള്ളം അങ്ങനത്തെ ഫുഡ് കഴിച്ചാലോ ഒരു പ്രശ്നമില്ല. അപ്പോൾ തന്നെ വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ അത് കൂടുതൽ വെള്ളം അതിലേക്ക് നിർത്തരുന്നേ ഉള്ളൂ. നമുക്ക് തുടച്ച് മാറ്റാവുന്ന കേസിലാണ് വരുന്നത്. ലെതറിന് അതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും വരാനില്ല. ഒറിജിനൽ ലെതർ. അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വരുന്നത് അത് ഫാബ്രിക് ആണ് വരുന്നത്. ഫാബ്രിക് 2 ടൈപ്പിലുണ്ട്. നമുക്ക് ഫാബ്രിക്കിലുണ്ട്, ലെതറിലുണ്ട്. HTL ബ്രാൻഡിൽ കൂടുതലും വരുന്നത് ലെതറിലാണ് വരുന്നത്. അങ്ങനെ അത് വരുന്നത് ലേസി ബോയ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഓക്കെ. ഇതിപ്പോൾ റൊട്ടേറ്റിംഗ് ടൈപ്പ് അല്ലേ? റൊട്ടേറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ. എന്ത് കളറാ ഷബ്സി അച്ഛന് ഇഷ്ടപ്പെടാ? കുറച്ച് ഫങ്കി കളേഴ്സ് ഒക്കെ. ഫങ്കി കളേഴ്സോ? ഏത് ഇങ്ങനത്തെയോ? എന്താ? അങ്കിൾ എപ്പോഴും അങ്ങനെയല്ലേ. യു മീൻ ഡാഡി കൂൾ? നമുക്ക് ഉള്ള ഫർണിച്ചർ ഒരു ഓഫ് വൈറ്റ് ക്രീം ബ്രൗൺ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് വീട്ടിലുള്ളത്. ഒരു ഓക്വേർഡ് ഫീൽ ചെയ്യരുത് സിംഗിൾ ഒരു കസ്റ്റം ചെയ്യാം കേട്ടോ. കളർ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് മേക്ക് ചെയ്ത് തരാൻ പറ്റും. അതിന്റെ കളേഴ്സ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയിട്ട് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും. പിന്നെ അവിടുത്തെ ഒരു ഇന്റീരിയർ തീം നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാഞ്ഞങ്ങാടേക്ക് ഡെലിവറി ചെയ്യാം. നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ. കേരളം എവിടെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. നമ്മൾ ഡെലിവറി പോകുന്നതല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാം. ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട്. പാഴ്സലായിട്ട് നമ്മൾ സാധനങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻസ് കൂടെ നമുക്കുണ്ട്. ഓൾ കേരള നമ്മൾ എവിടെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. വിത്തിൻ എത്ര സമയത്തിനുള്ളിൽ കിട്ടും? നമ്മളൊരു സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്ലബ് ചെയ്ത് പോകാനൊക്കെ ഒരു 1 weekന്റെ ഉള്ളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ടൊക്കെയാണ് നമുക്ക് അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാക്സിമം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡെലിവറി അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയാണ് ചേട്ടാ വരുന്നത്? ഇപ്പം ഇത് റിക്ലൈനർ എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ് ആക്ച്വലി വരുന്നത്. ലെതർ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് വരുന്നുണ്ട്. ഒക്കെ ഒരു 90,000 1 lakh ആ റേഞ്ച് ആയിരിക്കും ഇതിന്റെ വരുന്നത്. ലെതറിൽ വരും. അത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞത് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പവർ കണക്റ്റഡ് ആണ് വരുന്നത്. 3 motor ഇതാണ് വരുന്നത്. ഇതിന്റെ ഫംഗ്ഷൻസ് വരുന്നത് 3 മോട്ടോഴ്സ് ആണ്. ഇതിൽ നമുക്ക് ലെഗിനുണ്ട്, ബാക്കിലുണ്ട്, ഹെഡ് സപ്പോർട്ട് ഉണ്ട്. 3 മോട്ടോർ വർക്കിംഗ് ഉണ്ട് ഇതിന്റെ ഫെസിലിറ്റി വരുന്നത്. എനിക്കിപ്പോൾ ഏത് ട്രയൽ ചെയ്യാൻ പറ്റും? ഏതും ട്രയൽ എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ. ആ സൈഡിലാണ്. ഈ സൈഡ്. ഓക്കെ. 3 സ്വിച്ചസ് ഉണ്ടല്ലേ? 3 ലെഗിന്റെ ആണ് ആക്ച്വലി. ഓ, ഇത് ലെഗിന്റെ മാത്രം. ഇത് ബാക്കിലേക്ക് വരുന്നത്. മിക്കവാറും അച്ഛൻ ഇതിൽ തന്നെയായിരിക്കും. അമ്മ ചോറും ചായയൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ടി വരും. കാരണം ആള് റിലാക്സേഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നമുക്ക്. ഓക്കെ. ആക്ച്വലി ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. എനിക്ക് ഒന്ന് തക്കിട്ടൂനും കൂടെ മടിയിൽ വെച്ച് കിടത്താൻ പറ്റും. അത്രയും നമുക്ക് TV കിടന്ന് കാണുന്നത് നമുക്ക് ആ ഒരു പൊസിഷൻ നമുക്ക് ശരി ഐ ലെവലിന് കറക്റ്റ് വരും അല്ലേ? നമ്മൾ ഇങ്ങനെ കാണുമ്പം നമുക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയി ലെവലിൽ. അപ്പോൾ ഇത് 3 ബട്ടണും ഏതിനൊക്കെയാണ്? ലെഗ്, ഒന്ന് ലെഗ്, പിന്നെ ഒന്ന് നമ്മൾ ബാക്ക് ഇവിടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് സപ്പോർട്ട്. ഓക്കെ. ഇതാണ് മാക്സിമം? അത് മാക്സിമം വരുന്നത്. ഓക്കെ. ഇത് നമുക്ക് ബാക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അല്ലേ? അതെന്താ അവിടെ ഒരു ഇത് കൊടുക്കണം? അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്പൈനൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഈ വ്യൂവിലാകുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കിടക്കേണ്ട കാര്യം. അപ്പോൾ അതൊക്കെ നമുക്ക് അത് ഓരോന്നും സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. ഇത് നോക്കൂ, ഈ ബട്ടൺസ് നോക്കൂ, ഈ ഫ്രണ്ട് ബട്ടൺ ലെഗ്സിൻ്റെ വരും, പിന്നെ ഇത് ബാക്കിലെ സപ്പോർട്ടിൻ്റെ, അത് ഹെഡ് സപ്പോർട്ട്, ഇത് ഹെഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് നേരെ ആക്കണമെങ്കിൽ സിംഗിൾ ബട്ടണിൽ ചെയ്താൽ നമുക്ക് എല്ലാം ഒറ്റ പൊസിഷനിൽ താഴേക്ക് വരും. അതേതാ സിംഗിൾ? അതിൽ സെൻറ്ററിൽ ഒരു സിംഗിൾ ബട്ടൺ ഉണ്ട്, നമുക്ക് ഇവിടെ ചെറിയൊരു ബട്ടൺ ഫ്രണ്ടിൽ ഇവിടെ. അപ്പോൾ എല്ലാം നോർമൽ പൊസിഷനിലേക്കാവും. അതല്ലാതെ ഓരോന്നും നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വാവ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്? ഇത് വരുന്നത് 1,35,000. 1,35,000. ഇപ്പം 20% ഫ്ലാറ്റ് ഓഫ് വരുന്നുണ്ടല്ലേ? റെഡി ഉള്ളതിന് നമുക്ക് 20%, ഇവിടെ ഫ്ലോറിലുള്ളതിന് നമ്മൾ ഫ്ലാറ്റ് ഓഫർ 20% ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് കൂടാതെ 20% ഓഫർ ഉണ്ട് അതിനകത്ത്. ഓക്കെ, നൈസ്. ഇതല്ലാതെ നമുക്ക് ബഡ്ജറ്റഡ് റിക്ലൈനർ വേറെ ഉണ്ട്. ഇത് നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെതായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് HTL വരുന്നത്. പിന്നെ പ്യൂർ ലെതറിലാണ് വരുന്നത്, അതുകൊണ്ടാണ് അത്രയും കോസ്റ്റും കൂടെ വരുന്നത്. അപ്പോൾ ഈ ഫാബ്രിക്കിന്റെ അത് ലേസി ബോയ് കൊണ്ടാണ്, അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അമേരിക്കൻ ബ്രാൻഡഡ് ആയിട്ട് വരുന്നത് ലേസി ബോയുടെ അതാണ്. അത് അറൗണ്ട് 1,75,000 ആ റേഞ്ചിൽ വരും അല്ലേ? ഓക്കെ, നമുക്കിപ്പോൾ ഒരു കുറച്ചും കൂടി ബഡ്ജറ്റഡ് റിക്ലൈനർ ഓപ്ഷൻസ് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ? ഇത് മുകളിലത്തെ ഫ്ലോറിലുണ്ട്. ഈ ഒരു ഫ്ലോറിൽ നമ്മൾ കുറച്ച് പ്രീമിയം സെഗ്മെന്റിലാണ് കൊടുത്തത്. നമുക്ക് മുകളിലത്തെ ഫ്ലോറിലുണ്ട്. നമുക്ക് ഏത് തരം സാധനങ്ങളും നമുക്ക് സ്റ്റോക്കിലുണ്ട്, ഏത് തരം നമുക്ക് വേണം. അതെ അല്ലേ? ഓക്കെ, ഇതും റിക്ലൈനർ ആണോ? ആണോ? ഒന്ന് എഴുന്നേക്കോ രാജാവേ, ഞാനൊന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, എന്നാൽ ഷബ്സി ട്രൈ ചെയ്യും. ഇത് കണക്റ്റഡ് അല്ലേ? കണക്റ്റഡ് ആണ്. അവിടെ ഇരിക്കും, ട്രൈ ചെയ്യും. കാല് മാത്രമാണോ ഇത്? അല്ല, ബാക്കും ഉണ്ട്. കാല് പൊന്തിയിട്ട് ബാക്കിലേക്ക് വരുന്നത്. വീഴൂല. മിനിമം ഒരു റിക്ലൈനറിൽ ഇരിക്കാനുള്ള ധൈര്യം വേണം താങ്കൾക്ക്. ഇത് ഫുള്ളായിട്ട് ബാക്കിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയുണ്ട്. കടന്നോ, ഫുള്ളായിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. മേലെ പോയിട്ട് ബാക്കി റിക്ലൈനൊക്കെ നോക്കിയിട്ട് വരാട്ടാ, മോനെ ഉറങ്ങിക്കോ. ഓക്കെ, ഇത് റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൊട്ടേറ്റിംഗ് ഉണ്ടാവില്ല. അല്ലാത്ത സമയത്താണ് നമുക്ക് റൊട്ടേറ്റിംഗ് വരുന്നത്. ഇതിന് റൊട്ടേറ്റിംഗ് ഇല്ല. റിക്ലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാതെ നമുക്ക് നോർമലി ഇരിക്കുകയാണെങ്കിൽ 260 വരെ റൊട്ടേറ്റിംഗ് ആണ് ഇത് വരുന്നത്. ഓ, അങ്ങനെയാണ്. ശരി, അപ്പോൾ ഇതും റിക്ലൈനർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ്. റിക്ലൈനർ ഓൺ ചെയ്താൽ പിന്നെ അത് സ്റ്റേബിൾ ആയി. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഉറങ്ങുന്നുണ്ടാവും ആള്. നമുക്ക് എന്തായാലും മേലെ പോയിട്ട് വരാം. ഫസ്റ്റ് ഫ്ലോറാ? ഫോർത്ത് ഫ്ലോർ. ഓക്കെ, നമ്മൾ താഴെ നോക്കിയതെല്ലാം നമ്മുടെ ഇമ്പോർട്ടഡ് HDL എന്ന ബ്രാൻഡിങ് വരുന്നതാണ്, ലെതറിൽ വരുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ ഓൺ പ്രോഡക്ട്സ് ആണ് വരുന്നത്. ഇത് മോട്ടറൈസ്ഡ് ആണ്, പക്ഷെ നമുക്ക് കേബിൾ ഫ്രീ അല്ല, വിത്ത് കേബിൾ ആണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കോളൂ. ഇത് നമ്മൾ കണക്ട് ചെയ്യണം, കാരണം ആ ഒരു ടെക്നോളജി നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഫാബ്രിക് അല്ലേ? ഫാബ്രിക്കിൽ വരുന്നത്. ഇത് കളർ കുറച്ച് കെയർഫുൾ ആവണല്ലേ ഇതിന്റെ? കളർ പിന്നെ നമുക്ക് കസ്റ്റം ചെയ്യാം. ഇതിപ്പോ നമ്മളൊരു എപ്പോഴും അട്രാക്ഷൻ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ 2 പൊസിഷനേ ഉള്ളൂ നമുക്കിതിൽ, ലെഗും ബാക്കും വരുന്നത്. മറ്റേത് നമുക്ക് ഹെഡ് സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സെന്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതെല്ലാം ഉണ്ട്. ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ വരുന്നത്. ഓക്കെ, ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് നമുക്ക് 37,000 വരുന്നത്, മോട്ടറൈസ്ഡ് റിക്ലൈനർ വരുന്നത്. ഇത് തന്നെ സെയിം മാനുവൽ ആയിട്ട് വരുന്നുണ്ട്. റേറ്റ് അതാണ് ഞാൻ പറഞ്ഞത്, 20,000 നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന റിക്ലൈനർ. 20,000 വരുന്നത് താഴെയാണല്ലോ. ഇവിടെ ഉണ്ട്, കാണിക്കാം. ഇത് സെറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫാബ്രിക്കിലല്ല വരുന്നത്. ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇതേ മോഡൽ നമുക്ക് ഇവിടെ മേക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാക്ടറി വേണമെങ്കിൽ മേക്ക് ചെയ്ത് തരാൻ പറ്റും. സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ മാം സിംഗിൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. ഇതിപ്പോ 3 സീറ്റർ പറയുമ്പോൾ ഇതിന്റെ നടുവിലത്തെ സീറ്റിലും ഇല്ല, 2 എൻഡ് മാത്രം റിക്ലൈനിങ്. ഓക്കെ ഓക്കെ ഓക്കെ, 2 എൻഡ് മാത്രം അല്ലേ? ഇതിപ്പം എന്തെങ്കിലും നമുക്കൊരു മെയിൻ്റെനൻസ് ബട്ടണിന് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാവുന്ന സർവീസ് നമുക്കുള്ളതാണ്. എല്ലാത്തിനും സർവീസ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വന്ന് സൈറ്റിൽ വന്നിട്ട് തന്നെ ചെയ്യും. അപ്പോൾ അവിടുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അവിടെ അല്ല, നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ട് ഫാക്ടറി കൊണ്ടുപോയിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുതരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കണ്ട അതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് ആക്ച്വലി സെറ്റ് ആണ് വരുന്നത്, 1,35,000 ഫുൾ സെറ്റ് വരുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മേക്ക് ചെയ്ത് തരാൻ പറ്റും. ഞങ്ങളുടെ ഫാക്ടറിയിൽ മേക്ക് ചെയ്ത് തരാൻ പറ്റും. ഒരു 29,000 അത് റേഞ്ചിൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും. അത് സോഫ സെറ്റ് ആണല്ലേ? സോഫ കം ബെഡ് വരുന്നത്. കളർ ഇത് കണ്ടോ, നല്ല രസമില്ലേ? എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ്. കസാട്ടയാണ്, കസാട്ട സ്ലൈസ്. ഇത് ആക്ച്വലി ലെതർ ആണ്, ഇത് പ്യുവർ ലെതർ, ഇമ്പോർട്ടഡ് ആണ്, പുറത്തുനിന്ന് വരുന്നത്. ഇതിന്റെ കംഫർട്ട് ലെവൽ വേറെയാണ്, ഭയങ്കര കംഫർട്ടാണ്. ഇതും സെറ്റ് ആയിട്ടല്ലേ വരുന്നത്? ഹോൾ സെറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത്? ഇത് വരുന്നത് 1,75,000. ഓക്കെ, ഫുൾ സെറ്റ്. ലെതർ ആയതുകൊണ്ടാണ് അത്രയും ആ ഒരു കോസ്റ്റിലേക്ക് വരുന്നത്. ഇതും മാനുവൽ റിക്ലൈനർ. കൊള്ളാം. ശരിക്കും നമുക്കൊരു ഹോം തിയേറ്റർ ഒക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ റിക്ലൈനർ സെറ്റാണിത്. തിയേറ്ററിലാണ് ഇങ്ങനത്തെ ഒരു കപ്പ് ഹോൾഡറിന്റെ ഫെസിലിറ്റി വരും, നമുക്ക് എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാനായിട്ട്. അതെ 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 അതെ, കറക്റ്റ്. അതെ, ഓ പെർഫെക്റ്റ്.
ഇതാണ് കറക്റ്റ് റിക്ലൈനറിന്റെ പൊസിഷൻ വരുന്നത്. കറക്റ്റ് പൊസിഷൻ വരുന്നത്. സ്ട്രെച്ച് ആയിട്ട് കിടക്കാന്നുള്ളത്. സൂപ്പർ ഉണ്ട്. അപ്പൊ പക്ഷേ ഇത് വാങ്ങിക്കണമെങ്കിൽ ഇതിന്റെ സെറ്റ് ആയിട്ട് തന്നെ മേടിക്കണം അല്ലേ? ഇതൊക്കെ നമുക്ക് സ്പ്ലിറ്റ് എടുക്കാൻ പറ്റും. ആണോ? ഞങ്ങളുടെ ഓൺ മേക്കിംഗ് ആണ്. നമുക്ക് ഇത് സ്പ്ലിറ്റ് തരാൻ പറ്റും. 3 വേണം തരാം, സിംഗിൾ വേണം തരാം, ഏത് വേണം. ഓ, ഇതിന് സിംഗിൾ ഒക്കെ കിട്ടും അല്ലേ? കൊള്ളാല്ലേ. അതിന്റെ സിംഗിളിന്റെ റേറ്റ് എത്ര വരും? സിംഗിൾ നമുക്ക് വരുന്നത് 27,000 വരുന്നത്. 27,000. കൊള്ളാലോ. സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. കംഫർട്ടുമാണ്. നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ഇരുന്നിട്ട് പ്രസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പ്രസ് ആവും. അത് മാറ്റി അപ്പോഴത് കറക്റ്റ് ആയിട്ട് മറ്റേതാണ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് കൂടെ ആയിക്കോളും. എനിക്ക് തോന്നുന്നു ഇവനെ പോലത്തെ ആൾക്കാർക്ക് കണ്ടുപിടിച്ചായിരിക്കും ബട്ടൺ സിസ്റ്റം. അത്രയും ജോലി കുറഞ്ഞല്ലേ. ഷബ്സി, എന്താ അഭിപ്രായം? ആ താഴത്തെ ബ്രൗൺ നോക്കിയാലോ, അല്ലെങ്കിൽ അതിന്റെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാലോ? വേറെ കളർ നമുക്ക് ഓപ്ഷൻ ചെയ്യാം അല്ലേ? ഓട്ടോമാറ്റിക് മതി. അനക്കും കൂടെ വന്നിരിക്കാന്നല്ലേ അതിന് സെറ്റ് ആക്കി. അല്ല, ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇല്ല അല്ലേ? സർപ്രൈസ് ഗിഫ്റ്റ് ശബരി എന്നാണോ അച്ഛൻ എന്നാണോന്ന് പിന്നെ പറയാം. എനിക്ക് ആക്ച്വലി എല്ലാം ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ആ ഒരു ബ്രൗൺ കളറിൽ ഇരുന്നതിൻ്റെ എക്സ്പീരിയൻസ്, നമ്മുടെ 3 ലെയേഴ്സും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അത് ആ ഫെസ്റ്ററിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം 135 അല്ല, അതിൻ്റെ 135 വിത്ത് 20% ഓഫ്. നമ്മുടെ ഫാറ്റ് ഓഫർ ഇതിന് ഈ ഒരു പീസിനാണ് നമ്മൾ വരുന്നത്. കസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഓഫർ എന്നാലും മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് ചെയ്തു തരാം. ഞാൻ കളർ എനിക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ കളർ കളർ കോഡ്സ് ആണ് വരുന്നത്. നമുക്ക് ഏതിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരാം. ഷബ്സി, ഏത് കളർ എടുക്കണം നമുക്ക്? മാമിന്റെ ഒരു തീമിന് പറ്റുന്ന കളർ നോക്കിക്കോളൂ, ഏതാണ് വേണ്ടത്. ഫങ്കി കളറാ? എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുറച്ച് ഫങ്കി അല്ലേ? അല്ല, ഈ ഗ്രീൻ, ഓലിവ് ഗ്രീനാ? ഇത് കൊള്ളാം അല്ലേ? നല്ല കളർ. ഇതാകുമ്പോൾ നല്ലതാണ്. വൈറ്റ് തീമൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന കളേഴ്സ് ആയിരിക്കും. കളർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും നമുക്ക്. ആ മോഡൽ ഈ കളറിൽ രസമുണ്ടാവും അല്ലേ? ഓക്കെ. സിംഗിൾ ആയിട്ട് വരുന്നതല്ല. സിംഗിൾ നമുക്ക് അതിന്റെ കൂടെ കൊണ്ടിടുമ്പോൾ അത് എപ്പോഴും ഒരു ഓഡ് ഫിനിഷിൽ നിൽക്കും. കാണുമ്പോൾ എപ്പോഴും ബീൻ ബാഗ്സ് ഒക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്നാ ഇത് ഫിക്സ് ചെയ്താലോ? കുറേ നാൾക്ക് ശേഷം എനിക്കൊരു ആഗ്രഹമാണ് അച്ഛനൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അപ്പം യൂഷ്വലി ഉള്ള പോലെ വഴക്ക് കിട്ടില്ല, പക്ഷേ ശരിക്കും ഞെട്ടി സന്തോഷിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ 1 വീക്ക് അല്ലേ എടുക്കുക എന്തായാലും ഇത് കസ്റ്റമൈസ് ചെയ്ത്? ഇത് കസ്റ്റമൈസ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കും. കാരണം ഇതിൽ നമ്മൾ അവിടുന്ന് ചെയ്ത് വരേണ്ടതായതുകൊണ്ട് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് 1 വീക്ക് കൊണ്ട് മാക്സിമം ഒരു 1 മന്ത്. മാക്സിമം 1 മന്ത്. ഓക്കെ, 1 മന്ത് മതി. 1 മന്ത് കഴിഞ്ഞാലേ അച്ഛൻ എത്തുന്നുള്ളൂ എന്തായാലും. അപ്പോൾ പിന്നെ പിന്നെ നമുക്ക് കൺഫേം ചെയ്യാം. നമുക്ക് എന്നാ ഇതിൻ്റെ പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ തീർച്ചയായിട്ടും നോക്കിക്കോളൂ. വേറെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ ഏതാ വേണ്ടതെന്നുള്ളത്. വേറെ എന്തെങ്കിലും കൂടെ ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാലോ. അതെ, എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഡൈനിങ് ടേബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്താണ്? മാർബിൾ അല്ലേ? ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് പുറത്തുനിന്ന് വരുന്നത്, ഇമ്പോർട്ടഡ് വരുന്നത്. ഒരു പുതിയ പാറ്റേൺ ആണ്. കളർ തീമും കാര്യങ്ങളൊക്കെ പുതിയൊരു പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഈ മോഡൽ ചെയർസ് ഞാനിപ്പം പുതിയതായിട്ട് ഫർണിച്ചർ ചെയ്യുന്ന വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഒരു റോയൽ അങ്ങനത്തെ ഒരു എസ്തെറ്റിക് ടൈപ്പാണ്. ഇത് പുതിയ ലേറ്റസ്റ്റ് മോഡൽസ് ആണ്. നമുക്ക് എല്ലാ തീമിലേക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുള്ള ഡൈനിങ് സെറ്റ് വരുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതൊരു ബോട്ടിൽ ഗ്രീൻ അല്ലേ? അതെ, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ. ഇപ്പോൾ മാർബിൾ അതേമാതിരി തന്നെ മിക്സ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ചെയർ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. നല്ല ഡൈനിങ് സെറ്റ്. സ്ഥിരം കാണുന്നതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. ഓക്കെ, എനിക്ക് ആ എൻട്രൻസിലുള്ള അതും ഇഷ്ടപ്പെട്ടു. ഇതിന്റെ റേറ്റ് എങ്ങനെയാ സ്റ്റാർട്ടിംഗ് വരുന്നത്? ടോട്ടൽ സെറ്റ് ഒരു 2 lakh സംതിങ് വരുന്നുണ്ട്. ടോട്ടൽ വരുന്നത് ടേബിളും ചെയറും സെപ്പറേറ്റ് ആണ് വരുന്നത്. സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന രീതിയിൽ. ആർട്ടിഫിഷ്യൽ മാർബിൾ തന്നെ. ഇത് 10 സീറ്റർ ആണ്, മറ്റേത് 8 സീറ്റർ ആണ്. കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടാവും. ഒരു കളർ ഡിഫറെന്റ് ആണ്. ഇതിന്റെ ഡിസൈൻ നോക്കി അറിയാൻ പറ്റും. മാർബിളിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ ഇന്റീരിയേഴ്സിനൊക്കെ നല്ലതായിരിക്കും അല്ലേ? ഇത് നോക്കി ഈ വേഴ്സാച്ചേന്റെ ഒക്കെ ലോഗോ പോലെ ബാക്കിലെ ലോഗോ കൊടുത്തു. അടിപൊളി, നല്ല ക്ലാസി സാധനം കേട്ടോ. അടിപൊളിയാണ്. ലെഗിലും അതേമാതിരി ഗോൾഡന്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ഭംഗി. പിന്നെ ഞാൻ നോട്ട് ചെയ്തു ഇവിടുത്തെ സോഫാസും റിക്ലൈനേഴ്സ് ഈ ക്ലീനിങ് ഫ്രണ്ട്ലി ആണ്. അടിയിൽ നമ്മൾ സാധാരണ ഈ സോഫയൊക്കെ മാറ്റിയിട്ടല്ലേ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യേണ്ടി വരിക. ഇതിപ്പം അടിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഫ്ലാറ്റുകളിലേക്ക് എപ്പോഴും അതിന്റെ ഒരു ആവശ്യം ഉണ്ടല്ലോ. കൂടുതലും അങ്ങനത്തെ കീപ്പ് ചെയ്തിട്ടാണ്. നല്ല കാര്യമാണ്. അപ്പം എന്തായാലും ഷബ്സി, ആർ യു പ്രൗഡ് ഓഫ് മീ? ഞാൻ ഒരു അടിപൊളി സാധനം വാങ്ങിച്ചു.
ഐ എം റിയലി ഹാപ്പി വിത്ത് ദ സർവീസ് ട്ടോ. ശരിക്കും ഹാപ്പിയാണ്. നമ്മൾ അനുശ്രീയൊക്കെ ഇപ്പം പുതിയ ഫ്ലാറ്റിലേക്ക് അതെ അതെ അപ്പൊ ഇവിടെ നിന്നാണ് മിക്ക സംഭവങ്ങളൊക്കെ എടുത്തത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കോഫി ടേബിൾ ഇവിടുന്ന് ഞാൻ കസ്റ്റം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ 6th ഫ്ലോറിൽ അടുത്ത മാസം മുതൽ നമുക്ക് ഇന്റീരിയർ ഡിസൈനിൻ്റെ ഒത്തിരി മോക്ക് പ്രസന്റേഷൻസ് കാണാൻ പറ്റും. അതായത് വീട്ടിന് വേണ്ടുന്ന എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയാസ് ഒക്കെ ഒത്തിരി നമുക്ക് അടുത്ത മാസം മുതൽ 6th ഫ്ലോറിൽ പോയാൽ കാണാൻ പറ്റും. പിന്നെ തെയ്യമ്പാട്ടൽ ഗ്രൂപ്പ് നമുക്ക് ഓഫ്കോഴ്സ് അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ ബ്രാൻഡാണ് ഹോം സോൾ ഫർണിച്ചർ. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റും സാറ്റിസ്ഫാക്ഷനും ഒക്കെ 40 വർഷത്തിന് മേലെയായിട്ട് ഇവർക്കുണ്ട്. ധൈര്യമായിട്ട് വന്ന് ഷോപ്പ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഷബ്സി ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഈ അടുത്തൊന്ന് റിട്ടയർ ചെയ്യരുത്. എനിക്ക് കുറച്ചും കൂടി സമയം തരണം. ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. കാപ്പിക്ക് ഇതിപ്പോ മേടിച്ചോ നമ്മളങ്ങനെ കൂടെ നമ്മളിങ്ങനെ ചലിക്കാൻ പറ്റും. അതുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു അനുശ്രീയുടെ കൂടെ വന്ന സമയത്ത് ട്രൈ ചെയ്തു. EMI നോ കോസ്റ്റ് EMI ഉണ്ടല്ലേ. കൊള്ളാം. പക്ഷെ വേണ്ട, നമുക്കിപ്പോൾ തൽക്കാലം നമുക്കതങ്ങ് തീർക്കാം, നീട്ടിക്കൊണ്ട് പോകണ്ട. എന്തായാലും ഇന്നത്തെ ഈ അച്ഛനുള്ള സർപ്രൈസ് വ്ളോഗ് എനിക്ക് ശരിക്കും നിങ്ങളൊക്കെ ഇത് കാണുമ്പം ഇൻസ്പയർഡ് ആവുമോ അതോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ തോന്നുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ചെയ്യുമ്പം എന്തായാലും അതൊരു വ്ളോഗിൻ്റെ രൂപത്തിൽ ചെയ്യാമല്ലോ. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ ടുഡേ. അപ്പോൾ ഹോം സോൾ ഫർണിച്ചറാണ് കൊച്ചിയിലുള്ള എടപ്പള്ളിയിലുള്ള. നമ്മൾ ഏത് ഈ വഴി ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ കണ്ണിൽ പെടുന്ന ഒരു സ്റ്റോറാണിത്. അത്രയും വലുതാണ്. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ വന്നു നടന്നു. ഇനി അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം. ആ ഒരു പ്രാവശ്യം ഷബ്സിക്ക് ഇതല്ല, വേറൊരു സ്ഥലത്തേക്ക് ഞാൻ ഷബ്സിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുന്നതായിരിക്കും. ബ്രോഡ്വേ. അപ്പോൾ എന്തായാലും ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.